ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഗാർലിക് പിക്കിളാണ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ഗാർലിക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം. സ്പീഡിൽ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിൻ്റെ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലികളായിട്ട് നമുക്ക് എടുക്കാം, ഈസിയാണ്. എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ഗാർലിക്കും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളീൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് അതിൽ തന്നെ വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. എല്ലാ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ നിന്നൊന്ന് ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് നമുക്ക് വെളുത്തുള്ളി കിട്ടും. നോർമലി ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇതിൽ നിന്നൊന്ന് അടർന്നു പോരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, ഉള്ളിയെല്ലാം നല്ല വൃത്തിയായിട്ട് തൊലി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ വെളുത്തുള്ളി ഏകദേശം ഒരു 30-40 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് തൊലി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം നന്നായി മുരിഞ്ഞ് വരുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കായം മുരിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ വീർക്കും, ഈ കളറും ചേഞ്ച് ആവും. കായത്തിന് പകരം കായത്തിന്റെ പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ ഇത്രയും കൂടി സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അച്ചാറിലേക്ക്. കായം ശരിയായി വരുന്നതോട് കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഉലുവ നന്നായി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോവും. നമുക്ക് ഈ പാനിൽ നിന്ന് കായത്തിനെയും ഉലുവേനെയും മാറ്റാം. ഈ കായും ഉലുവയും നന്നായി ചൂടാറുമ്പോൾ മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് കൊടുത്താലും മതി. 6 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് 1/2 കിലോ വെളുത്തുള്ളി ക്ലീൻ ആക്കിയതാണ്. ഇപ്പോൾ ചിലപ്പോൾ 400-450 ഗ്രാമേ ഇതിലുണ്ടാവുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം. നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. 4-5 മിനിറ്റ് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. പൊടിച്ച് വെച്ചിട്ടുള്ള കായത്തിൻ്റെയും ഉലുവയുടെയും പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ ആയാലും ഒരു ചെറിയ പീസ് ശർക്കര ആയാലും മതി. വെളുത്തുള്ളി ഏകദേശം പകുതി മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് സോർക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 6-7 മിനിറ്റ് നേരം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ടോട്ടല് ക്ലീൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്
10 മിനിറ്റിന്റെ ഉള്ളിൽ വെളുത്തുള്ളി അച്ചാർ റെഡിയാവും. ഇൻസ്റ്റന്റ് അച്ചാറൊന്നുമല്ല, നന്നായിട്ട് വേവിച്ചിട്ട് ഈ അച്ചാർ ഇടുകയാണെങ്കിൽ ഇത് ഇൻസ്റ്റന്റ് അച്ചാറായിട്ട് നമുക്ക് ഇന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ അച്ചാർ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളിയിലേക്ക് എല്ലാ സ്പൈസസും ഉപ്പും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അച്ചാറ് ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചൂടോടുകൂടെ നമ്മൾ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ അച്ചാർ പെട്ടെന്ന് കേടാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.